ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ബിരിയാണി സ്റ്റോറീസിൽ ഷവായി കഴിക്കാൻ പോണ ഒരു വ്ളോഗാണ്. നമുക്കിന്ന് ഈവനിങ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാനും നീതും കൂടെ ഷവായി കഴിക്കാൻ വേണ്ടി പോയി. മസാല ഷവായി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. എനിക്കിഷ്ടം ക്വാർട്ടർ ലെഗാണേ, നീതുവിന് ചെസ്റ്റ് പീസാണ് ഇഷ്ടം. ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ മെനു കാർഡ് നോക്കി നീതു വീണ്ടും ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു തരി, ഓൾറെഡി ഓർഡർ ചെയ്തല്ല, വീണ്ടും എന്തിന് ടെൻഷൻ അടിക്കണേന്ന്. നമ്മളിപ്പോൾ പുറത്ത് കഴിക്കാൻ പോകുമ്പോഴത്തേക്കും മിക്കവാറും ബിരിയാണി സ്റ്റോറീസിൽ തന്നെയാണ് പോവാറ്. അതാകുമ്പോൾ നമുക്ക് ദൂരവും കുറവാണ്, പിന്നെ അവിടെ ഫുഡാണെങ്കിൽ നല്ല ക്വാളിറ്റിയും ഉണ്ട്, ടേസ്റ്റും ഉണ്ട്, പിന്നെ അവിടുത്തെ ആ ഒരു വൈബും എല്ലാം നല്ല രസമാണ്. അങ്ങനെ ടി വിയിൽ ഇതാ നമ്മൾ വീഡിയോസൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്നപ്പോൾ ഇതാ നമ്മൾ അഭിജിത്തേട്ടൻ അവിടെ പാഴ്സൽ വാങ്ങാനായിട്ട് വന്ന്. ഞാനും അഭിജിത്തേട്ടന് നെയ്യാറ്റിൻകരക്കാരാണ്, പക്ഷേ അഭിജിത്തേട്ടൻ അതിൻ്റെ ഒരു സ്ലാങ് ഒന്നുമില്ല സംസാരിക്കുമ്പോൾ. പക്ഷേ എനിക്ക് ഇവിടെ 5-6 വർഷമായിട്ട് വന്നിട്ടും സ്ലാങ് ഇതുവരെ മാറിയിട്ടുമില്ല. അങ്ങനെ നമ്മൾ മസാല ഷവായി വന്ന്. എനിക്ക് മസാല ഷവായിയേക്കാളും ഇവിടുത്തെ നോർമൽ ഷവായാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നീതുവിന് മസാല ഷവായി ഇഷ്ടപ്പെട്ട്, നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് മറ്റേതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഫരി എത്തി. അവൾക്കിന്ന് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് നമ്മളെ ജോയിൻ ചെയ്തതാണിപ്പം. ഇപ്പോൾ ഫരി ഇതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ മറ്റേ വിജയുടെ ഗോട്ട് സിനിമ കാണാൻ പോയ എക്സ്പീരിയൻസിനെ പറ്റിയാണേ. ഉറക്കവും കളഞ്ഞ് വെളുപ്പിന് 4 മണിക്ക് ഫാൻസ് ഷോ കാണാൻ വേണ്ടിയിട്ട് ഫരി പോയതാണേ. പക്ഷെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവൾ അതിൻ്റെ കഥ നമ്മളടുത്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയും നല്ല കോമഡി ആയിരുന്നു. പിന്നെ അവൾക്ക് കുറച്ച് നാളത്തേക്ക് തിയേറ്ററിൽ സിനിമ കാണാൻ പോണത് തന്നെ ഒരു ട്രോമയായിരുന്നു. അങ്ങനെ നമ്മൾ സിനിമാ കഥയൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് കുറേ നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. നല്ല മഴ ഉണ്ടായിരുന്നു, പക്ഷെ കുടം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു, കുറേ നേരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ ഫുഡ് കഴിച്ചിറങ്ങിയിട്ടും കുറേ നേരം കഥയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ലേറ്റായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നടന്നു വന്നപ്പോൾ ഇവിടെ പുഴ പോലെ വെള്ളം ഒഴുകി വരണം. അങ്ങനെ ഫരിയുടെ മോട്ടിവേഷനിൽ നീതു അത് നടന്നു മുറിച്ച് കടന്നു. വെള്ളം നല്ല സ്പീഡിലാണ് വന്നത്, കുഴപ്പമില്ല, വന്നോ എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തു. ഇനി ഇതുപോലെ നമ്മൾ എപ്പോഴൊക്കെയാണ് കറങ്ങാൻ പോകണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇൻറ്റേൺഷിപ്പൊക്കെ കഴിഞ്ഞാൽ പലരും പല ജില്ലയിലൊക്കെ അല്ലേ, അതോർത്തപ്പോഴത്തേക്കും ഒരു വിഷമം. അങ്ങനെ ഞാനും ഫരി നമ്മളുടെ റൂമിൽ പോയി, നീതുവിൻ്റെ റൂമിൽ പോയി. ഗുഡ് നൈറ്റ്.